ഭരണ നേട്ടങ്ങളുടെ പട്ടികയുമായി ഇന്ന് നമുക്കൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. സ്വാഗതം. ഭരണത്തിലേക്ക് വരുമ്പോൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ KSRTCയിൽ ആകെപ്പാടെ ബഹളമായിരുന്നു. പെൻഷൻകാരുടെ സമരം ഒരു ഭാഗത്ത്, ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിലുള്ള പ്രതിസന്ധിയും അവരുടെ സമരവും മറ്റൊരു ഭാഗത്ത്, എണ്ണയടിക്കാൻ ഇല്ലാതെ വണ്ടികൾ പലതും കട്ടപ്പുറത്ത്. ഒരു 2.5 വർഷം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഈ 2.5 വർഷക്കാലത്തെ KSRTCയുടെ ഭരണത്തെ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നോക്കിക്കാണും? ശരിക്കും 2.5 വർഷം കിട്ടിയിട്ടില്ല. 2 വർഷം കുറച്ചും 1 മാസം 1-2 മാസമായിട്ടുള്ളൂ. പക്ഷേ എന്തായാലും KSRTC വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഒരുമിച്ച് ശമ്പളം കൊടുക്കാനും KSRTC ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ ഒരു പരിശ്രമം നടത്തും, വിജയിക്കണമെന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും കളയാതെ, ഞാൻ ഒരു നിമിഷം പോലും കളയാതെ വർക്ക് ചെയ്തു. ഞാൻ ഓഫീസിൽ നിന്ന് പുറത്ത് പോയിട്ട് പ്രോഗ്രാമുകൾ, പത്തനാപുരത്തിന് പുറത്തേക്കുള്ള ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കില്ലായിരുന്നു. അങ്ങനെ ഒരു നിർബന്ധം ആദ്യം തന്നെ എടുത്തു. ഗവൺമെൻറ് പരിപാടികളോ അല്ലെങ്കിൽ LDFൻ്റെ പരിപാടികളോ പാർട്ടിയുടെ പരിപാടികളോ അല്ലാതെ ഒരു പരിപാടിക്കും പുറത്ത് പോകില്ല എന്ന് തീരുമാനിച്ചു. പലർക്കും എന്നോട് അതിന് പരിഭവം ഉണ്ടായി. പക്ഷേ ഞാൻ ഞങ്ങൾ സ്കൂൾ വാർഷികങ്ങൾക്കൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ പത്തനാപുരത്തിന് പുറത്തേക്ക് ഒരു പരിപാടിക്കും പോകില്ല തീരുമാനിച്ചിട്ട് രാവിലെ ഒരു 9:30 മണി മുതൽ രാത്രി ഒരു 10-11 മണി വരെ ഓഫീസിൽ തന്നെ ഇരുന്ന് നടത്തി. പിന്നെ നല്ലൊരു ടീമിനെ KSRTCയിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നൊരു ടീമിനെ എനിക്ക് കിട്ടി. അവർ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുകയും കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഒരുപാട് ആശയങ്ങൾ മനസ്സിലിങ്ങനെ ദൈവം പറഞ്ഞു തന്നതാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ പറഞ്ഞു തന്ന ആശയങ്ങൾ ഞാൻ നടപ്പിലാക്കി, അത് വിജയിക്കുകയും ചെയ്തു. വേണ്ട നമ്മളൊരു 80-ഓളം ആശയങ്ങൾ, പല ചെറുതും വലുതുമായ ആശയങ്ങൾ നടപ്പിലാക്കി. ഇതെല്ലാം വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്നലെ പോലും നമ്മൾ 3 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഒന്ന്, ഈ ഡൈനാമിക് ടിക്കറ്റിംഗ് സിസ്റ്റം. അതായത് ടിക്കറ്റ് കളക്ഷൻ, ബാംഗ്ലൂരേക്ക് ബുക്ക് ചെയ്യുന്നൊരു ബസ്സിൽ 50% താഴെ കളക്ഷൻ ആണെങ്കിൽ 50% വരെ ഫുള്ളായിട്ടുള്ളൂവെങ്കിൽ 24 hours എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ തന്നെ, മറ്റ് മനുഷ്യനാണ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടർ തന്നെ അതിനെ 25% ഡിസ്കൗണ്ട് കൊടുക്കും. 50% മേളിൽ പോയി കഴിഞ്ഞാൽ 33% കൂട്ടും. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ വഴിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. റിസർവേഷൻ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ റിസർവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് റിക്വസ്റ്റ് ചെയ്യാം. അത് കയറാനും ഇറങ്ങാനും 20 രൂപ കൊടുത്താൽ മതി. അഡീഷണലായിട്ട് 20 രൂപ കൊടുത്താൽ നമ്മൾ പറയുന്ന സ്ഥലത്ത്, നമ്മൾ ആ സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ വീട് നിൽക്കുന്നത്, നമ്മൾ ആ മെയിൻ റോഡിൽ ഒരു അടയാളം പറഞ്ഞാൽ അവിടെ നിർത്തിത്തരും. രാത്രി വരുമ്പോൾ ഇറങ്ങണമെങ്കിലും ഇതേ പരിപാടി എവിടെ വേണമെങ്കിലും ഇറങ്ങാം. ഇന്നലെ വൈകിട്ട് ആരോ തമാശക്ക് ചോദിച്ചൊരു കാര്യം മന്ത്രിയോട് തന്നെ ചോദിക്കട്ടെ. പണ്ടൊക്കെ ഡ്രൈവറോടോ കണ്ടക്ടറോടോ ജസ്റ്റ് ഒന്ന് നിർത്തിത്തരാൻ പറഞ്ഞായിരുന്നെങ്കിൽ നിർത്തിത്തരുമായിരുന്നു. ഇപ്പോൾ അതിനും 20 രൂപ കൊടുക്കണം. അത് നാട്ടിൽ നിർത്തി തരില്ല എന്നുള്ള പരാതിയുണ്ട്. നിർത്താൻ പറ്റില്ല. കാരണം അവരുടെ ഡ്രൈവറേയും കണ്ടക്ടറുടെ ഉത്തരവാദിത്വം അനുസരിച്ച് ഈ സ്റ്റോപ്പിലല്ലാതെ വേറെ സ്ഥലത്ത് വണ്ടി നിർത്തി കൊടുക്കത്തില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രി പ്രായമുള്ളവരെയും കൃത്യമായി പറയുന്നിടത്ത് ഇറക്കി കൊടുക്കണം എന്ന്. അത് പലപ്പോഴും പാളിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് റിസർവേഷൻ തന്നെ അങ്ങനെയാണ്. കാരണം വണ്ടി കയറാൻ നിർത്തി തരില്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു സൂപ്പർ ബസ്, ഇപ്പോൾ AC ബസ് പോവുകയാണ്, അത് കൈ കാണിച്ചാൽ നിർത്തില്ല. കാരണം അവർ നിർത്തേണ്ട കാര്യമില്ല. ആൾ ഒഴിവുണ്ടെങ്കിൽ മാത്രം അവർ നിർത്താൻ വേണമെങ്കിൽ എന്നുള്ളതേ ഉള്ളൂ. അത് ഡ്രൈവറുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ ഇത് 20 രൂപ കൊടുക്കുന്നതുകൊണ്ട് KSRTCക്ക് ഗുണം. കാരണം 20 രൂപ നമ്മളെ ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റേഷനിൽ ഇപ്പോൾ കൊട്ടാരക്കര പോയാണ് കയറേണ്ടതെങ്കിൽ ഞാൻ 250 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാർ കൊണ്ട് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമതകളുണ്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡിൽ ഇറങ്ങി എന്നാൽ എനിക്ക് വണ്ടി അവിടെ ഒരു സെക്കൻഡ് നിർത്തി തരാൻ 20 രൂപ കൊടുക്കാനായിരുന്നു. 20 രൂപ ഒരു ചെറിയ സംഖ്യയാണ്. അതുപോലെ കുടിവെള്ളം ഏർപ്പെടുത്തി, കുടിവെള്ളം വണ്ടിക്കകത്ത് കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അത് 13 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് 14 രൂപയ്ക്കാണ് റെയിൽവേ കൊടുക്കുന്നത്. നമ്മൾ 13 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1 രൂപ കുറച്ച് കൊടുക്കുകയാണ്. മാത്രമല്ല കണ്ടക്ടർക്ക് 2 രൂപ കിട്ടും ഒരു കുപ്പി വെള്ളം വിൽക്കുന്നത്. ഡ്രൈവർക്ക് 1 രൂപ കിട്ടും. അവർക്കൂടെ വീതിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു നേട്ടം അവർക്കൂടി വീതിച്ചു കൊടുക്കുകയാണ്. അവർക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൾക്കാർക്ക് ഈ ചൂടത്ത് വെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഷ്കാരങ്ങൾ, ഈ വലുതും ചെറുതുമായ പരിഷ്കാരങ്ങൾ 80 എണ്ണത്തോളം നടപ്പിലാക്കി. ആ 80 വിജയിച്ചു എന്നാണ്. ഡ്രൈവിംഗ് സ്കൂളൊക്കെ അതിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ തിരുവോണത്തിന് 1-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുത്തു. 1-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുത്തു. കഴിഞ്ഞ ഓണം എല്ലാ ഡിപ്പോകളിലും വളരെ സന്തോഷത്തോടെ ജീവനക്കാർ ആഘോഷിച്ചു. നേരത്തെ പറഞ്ഞിരുന്ന ഒരു പരാതി എന്ന് വെച്ചാൽ ഈ യൂണിയനുകളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊരു പരാതി വലിയ തോതിൽ വരുന്നു. അതായത് എന്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും യൂണിയൻ അനുവദിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ 2 വർഷത്തെ ഒരു അനുഭവം എങ്ങനെയാണ്? അല്ല, ഒരു യൂണിയൻകാരും എന്നെ എതിർത്തിട്ടൊന്നുമില്ല. പ്രസ്താവനകളെ കൊടുക്കും, അതവിടെ കിടക്കും. ഞാൻ പത്രം വായിക്കുന്ന ആളല്ല, അതുകൊണ്ട് അറിയില്ല. പത്രം വായിക്കില്ല. 2013 മുതൽ പത്രം വായിക്കില്ല. അതെന്താ? കാരണം എന്നെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ പലരും സത്യമല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട്, മറ്റുള്ളവരെക്കുറിച്ച് എഴുതുന്നത് സത്യമല്ല എന്ന് തോന്നിയുകൊണ്ട് പത്രം വായിക്കുന്നില്ല. വീട്ടിൽ വരുത്തിയില്ല. TV കാണില്ലേ? TV പാസിങ്ങിലൊക്കെ കാണത്തുള്ളൂ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓൺ ചെയ്ത് കിടക്കണേ എന്താണെന്ന് നോക്കും, അത്രയേ ഉള്ളൂ.
ഈ വാർത്തകളൊക്കെ എങ്ങനെ അറിയാം? വാർത്തകളൊക്കെ അറിയും. ഞാൻ അറിയേണ്ട വാർത്തകളെല്ലാം അറിയും. ഞാൻ അറിയേണ്ട രാഷ്ട്രീയം അറിയും. അതൊക്കെ ഞാൻ മനസ്സിലാക്കും. അതൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പത്രം വായിക്കാത്ത ആളാണെന്നോ പുസ്തകം വായിക്കാത്ത ആളാണെന്ന് പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കും, ഒരുപാട് ബുക്കുകൾ വായിക്കും. അതിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടാറുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാരുടെ എഴുത്തുകാരുടെയൊക്കെ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നോളജ്, നല്ല മനസ്സിന് സുഖമുള്ള നല്ലൊരു നോളജ് അതിൽ നിന്ന് കിട്ടും. സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഇതെല്ലാം വായിക്കും. അതെല്ലാം വായിക്കും. നമുക്ക് അതുമായിട്ടൊക്കെ ഒരു ധാരണയുണ്ട്. ഈ പത്രത്തിൽ വന്ന വാർത്തകൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടോ? അന്നൊക്കെ വിഷമിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു കുന്തമില്ല. ഇപ്പം എന്ത് വാർത്ത വന്നാലും ഒന്നും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഗണേഷിനെ കുറിച്ച് അങ്ങനെ വലിയ വാർത്തകളൊന്നും പറഞ്ഞ് പുറത്തിറങ്ങാറില്ല. വരുന്നുമില്ല. ഞാൻ പത്തനാപുരത്തല്ല ഒരു സ്ഥലത്തും പുറത്തിറങ്ങാറില്ല. ഞാൻ പുറത്തിറങ്ങില്ല. കാരണം ഞാൻ ഒതുങ്ങി അങ്ങ് കഴിയുകയാണ്. എൻ്റെ ജോലി ചെയ്യും, പത്തനാപുരത്തെ MLA എന്നുള്ള ജോലി ചെയ്യും, പത്തനാപുരത്ത് കിടന്ന് കറങ്ങും എന്നുള്ളതല്ലാതെ പുറത്തേക്ക് എന്നെ അങ്ങനെ കാണാൻ കിട്ടില്ല. ഗതാഗത വകുപ്പിൽ കിഫ്ബി വഴി എന്തൊക്കെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഗതാഗത വകുപ്പിൽ നടപ്പിലാക്കിയത്? ഗതാഗത വകുപ്പിൽ ഒന്നുമില്ല. ഗതാഗത വകുപ്പ് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, ഒരു 50 ഇലക്ട്രിക് ബസ് വാങ്ങിക്കാൻ വേണ്ടി. അത് തിരിച്ചടയ്ക്കപ്പെടേണ്ട ലോണാണ്. അതുകൊണ്ട് കിഫ്ബിയിൽ പിന്നെ SRC ആയിട്ട് കണക്ഷൻ ഇല്ല. ഈ കൂടുതലും മറ്റ് വികസനങ്ങൾക്കാണ്. കോംപ്ലക്സിനെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നും പ്ലാൻ ഫണ്ട് തന്നിരിക്കുകയാണ്. എല്ലാ ബസ് സ്റ്റേഷനും കൊട്ടാരക്കര പണിയുന്നതും കൊല്ലം, കായംകുളം, തൃശ്ശൂർ, എറണാകുളം ഇതെല്ലാം പ്ലാൻ ഫണ്ടിൽ നിന്ന് ധനകാര്യ വകുപ്പിൽ നിന്ന് തന്നിരിക്കുന്നതാണ്. പ്ലാൻ ഫണ്ടിൽ വന്ന പണമാണ് വന്നിരിക്കുന്നത്. മലപ്പുറം ഇതെല്ലാം കിഫ്ബിയിൽ നിന്ന് KSRTC കിഫ്ബിയായിട്ട് ഡീലില്ല. ലോൺ എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ്. പക്ഷേ അത് തിരിച്ചടച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനൊരു ടൈം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അടയ്ക്കേണ്ട ലോണാണ്. അതുകൊണ്ട് അതിന് കിഫ്ബിയുടെ വലിയൊരു വർക്ക് KSRTCയിൽ ഇല്ല. പത്തനാപുരത്തേക്ക് വന്നാൽ ധാരാളം വർക്കുകൾ. പത്തനാപുരത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കിഫ്ബിയുടെ സ്കൂൾ കെട്ടിടങ്ങളാണ്. 5 കോടി രൂപ വെട്ടിക്കോല സ്കൂളിലേക്ക്, പിന്നെ അതുപോലെ തന്നെ പട്ടാഴി സ്കൂളിലേക്ക് 3 കോടി രൂപ, 3.5 കോടി രൂപയുണ്ട്. അങ്ങനെ എല്ലാ സ്കൂളുകൾക്കും കിഫ്ബിയിൽ നിന്ന് കെട്ടിടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചക്കുവരിക്കൽ സ്കൂൾ എല്ലാം. അതുകൂടാതെ 98 കോടി രൂപയോളം ചിലവ് വരുന്ന താലൂക്ക് ആശുപത്രി, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രികളൊന്നായിരിക്കും. ഏതാണ്ട് 7 സ്പെഷ്യാലിറ്റികളുള്ള ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി. പണി ഏതാണ്ട് എല്ലാം പൂർത്തിയായി. ഇനി പൂശി പെയിൻ്റ് അടിച്ച് വയറിങ് അങ്ങനെയുള്ള പണികളേ ഉള്ളൂ. ടൈൽസൊക്കെ ഇട്ട് തുടങ്ങി. ഒരു ജൂൺ മാസത്തോടുകൂടി വർക്ക് തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ പണിയാൻ നല്ലൊരു സ്ഥലം കിട്ടി. വളരെ വേഗത്തിൽ കിഫ്ബിയിൽ നിന്ന് കിഫ്ബിയുടെ പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെയാണ്. കിഫ്ബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ചരിത്രത്തിലെ വികസനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് കിഫ്ബി. തോമസ് ഐസക്ക് കിഫ്ബി എന്ന പദ്ധതി പറയുമ്പോൾ പ്രതിപക്ഷം അന്നും എതിർത്തു, ഇപ്പോഴും എതിർക്കുന്നു. ഇതിൻ്റെ ഗുണഫലം അവർ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ MLA മാരും ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന വികസനത്തിനേക്കാളൊക്കെ 10 മടങ്ങ്, അനേകം മടങ്ങ് വികസനം കൊണ്ടുവരാൻ കിഫ്ബി ഉള്ളതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയാണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിനെ 1ാം പിണറായി സർക്കാരിനേക്കാൾ കൂടുതൽ 2ാം പിണറായി സർക്കാരിനെ ഞെരുക്കുകയാണ്. ആ ഞെരുക്കത്തിലും വികസനത്തിന് യാതൊരു കോട്ടവും തട്ടാത്തത് കിഫ്ബി എന്ന ആശയം 1ാം പിണറായി സർക്കാർ നടപ്പിലാക്കിയതുകൊണ്ടാണ്. ആ ദീർഘവീക്ഷണമാണ് മുഖ്യമന്ത്രിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം ആ ദീർഘവീക്ഷണത്തോടെ അന്നത് തുടങ്ങിയില്ലെങ്കിൽ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു കലം പോലും പണിയാൻ പറ്റത്തില്ല. കാരണം സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പണത്തിനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പൈസ, GST ഇതെല്ലാം തടയുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് വളരെ പ്രകടമായി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുകയാണ് സാമ്പത്തികമായിട്ട്. ആ വരിഞ്ഞു മുറുക്കുമ്പോഴും നമ്മുടെ വികസനത്തിനൊരു ഒരു അപാകത സംഭവിക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് കിഫ്ബി ഉള്ളതുകൊണ്ടാണ്. പത്തനാപുരത്ത് റോഡുകളുണ്ട്. 1-2 റോഡുകൾ തീരാനുണ്ട്. ബാക്കി റോഡുകൾ പ്രധാനപ്പെട്ട റോഡുകളാണ്. അതിൻ്റെ 2 റോഡുകൾ എടുത്ത കോൺട്രാക്ടർ ഇച്ചിരി കുഴപ്പമായി പോയി. അയാളൊരു പഞ്ചാബിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാതെ പോയി. അവർ വീട്ടിൽ വഴക്കായി, അങ്ങനെ കമ്പനിക്കകത്ത് വഴക്കായി. അതുള്ള പ്രശ്നമുള്ളൂ. അത് പരിഹരിക്കും. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു റീടെൻഡർ ചെയ്തുകൊണ്ട് അവരതിൽ നിന്ന് ഒഴിവായി. അപ്പം ബാക്കി വർക്കുകൾ എടുത്തു. ഒരു റീടെൻഡർ പെട്ടെന്ന് ചെയ്തിട്ട് വേറെ കോൺട്രാക്ടറെ ഏൽപ്പിച്ചുകൊണ്ട് 10 ദിവസം പണിയുള്ളൂ. ഇനി ബാക്കി 10 ദിവസം പണിയുള്ള 5 കിലോമീറ്റർ ടാർ ചെയ്യാനുള്ളൂ. പല ഭാഗത്തായി ഈ മുറിഞ്ഞ് കിടക്കുകയാണ്. പല ഭാഗത്തായിട്ട് 5 കിലോമീറ്റർ താഴെ ഇനി ടാർ ചെയ്യാനുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് പൂർത്തിയാവും. അത് ഉടനെ ചെയ്യാമെന്നാണ് കിഫ്ബി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരു തികഞ്ഞ വിശ്വാസിയാണ് KB ഗണേഷ് കുമാർ. ശബരിമല വിഷയം വലിയ തോതിലിങ്ങനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പ്രചാരണ വിഷയമാകുന്നു. അത് തിരിച്ചടിയായെന്നും ഇല്ലെന്നുമുള്ള വിലയിരുത്തലുകളുണ്ട്. ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം തിരിച്ചടിയായിട്ടുണ്ടോ LDF-ന്? ആയിട്ടുണ്ട്. കാരണം വളരെ പ്രകടമായി LDF-ന് കിട്ടേണ്ട വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളുടെ മാത്രമല്ല മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് പോയിട്ടുണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു വികാരമാണ്. അതൊരു സമുദായത്തിൻ്റെതല്ല. ശബരിമല ക്ഷേത്രത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും അത് പ്രാധാന്യം, ഏത് മതസ്ഥർക്കും കയറി ചെല്ലാവുന്ന, അങ്ങനെ ഈ ജാതി വ്യവസ്ഥകൾ ബാധകമല്ലാത്ത ഒരു അതിപുരാതന ക്ഷേത്രം. ആ ക്ഷേത്രം വികാരമാണെന്ന് പറയാൻ കാര്യം ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ
ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഈ ഓണത്തിനൊരു കച്ചവടം കിട്ടുന്നതല്ലാതെ മറ്റ് വ്യാപാരികളെ സംബന്ധിച്ച് ഈ ശബരിമല സീസൺ അങ്ങ് ആര്യങ്കാവ് മുതൽ ഇങ്ങോട്ട് പ്രവേശിച്ചാൽ ശബരിമല വരെയും കേരള ചെങ്ങന്നൂർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും ഉണർവുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ശബരിമല സീസൺ 2 മാസം. ഇത് ഒരു വർഷം ഈ വ്യാപാരി പിടിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. പലപ്പോഴും ചെറിയ ചെറിയ കച്ചവടക്കാർ പിടിച്ചു നിൽക്കുന്നത്, പെട്രോൾ പമ്പുകൾ, ഇവരുടെയൊക്കെ ഒരു ലൈഫ് നിലനിർത്തുന്നത് ഈ 2 മാസമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥാപനം, അത് വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന വിവിധ മതസ്ഥരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ക്ഷേത്രം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്ര വലിയൊരു വികസനം വരുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇടപെട്ട് എല്ലാ റോഡുകളും നന്നാക്കിയിട്ട്, ഞാൻ പണ്ട് പറഞ്ഞൊരു തമാശയുണ്ട്, ആരാണ് PWD മന്ത്രി എന്ന് വെച്ചാൽ അയ്യപ്പനാണെന്ന് പറയും ഇവിടെ. അതുകൊണ്ടാണ് റോഡ് നന്നാക്കുന്നത്. റോഡുകൾ ശബരിമല സീസൺ വരെ എല്ലാ റോഡും നന്നാക്കും. നല്ല രീതിയിൽ കോടിക്കണക്കിന് ചിലവഴിച്ച് സർക്കാർ അത് പണിയും. അപ്പോൾ അതെല്ലാം നല്ല കണ്ടീഷനാണ്. ഇതെല്ലാത്തിനെയും കാരണക്കാരനായ ശബരിമല അയ്യപ്പനെ ഒരാൾ കൊള്ളയടിച്ചു, 1-2 പേര് കൊള്ളയടിച്ചു. കൊള്ളയടിക്കുന്നതിന് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ വലിയൊരു കാര്യമായിട്ട് ഉയർത്തിപ്പിടിക്കുകയൊന്നും വേണ്ട. ഇത് ഈ കൊള്ള പണ്ടേ തുടങ്ങി. എൻ്റെ അച്ഛൻ പണ്ട് പറയും, അവിടെ കാട്ടുപന്നിയെ വെടിവെച്ചിട്ട് ഭഗവാന്റെ ഉരുളിയിലിട്ട്, പ്രസാദം ഉണ്ടാക്കുന്ന ഉരുളിയിലിട്ട് വേവിച്ച് തിന്നവന്മാരുണ്ട്. ഇതൊക്കെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പിന്നെ പണം അടിച്ച് അന്ന് പൈസ വലിച്ചെറിയണം. അന്ന് ഒരു വാർപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവരൊക്കെ ഈ ബെൽറ്റ് വന്നതിന് ശേഷം, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു വാർപ്പാണ് വെച്ചേക്കുന്നത്. ഈ വാർപ്പ് നിറയുമ്പോൾ പൈസ എടുത്ത് മാറ്റും. ഇതിങ്ങനെ വലിച്ചെറിയുന്ന പൈസ തറയിൽ വീഴുമ്പോൾ ഈ പശയുള്ള ചക്കയുടെ അരക്ക് കാലിപ്പരട്ടിയിട്ട് നടന്നു പോകും. അന്ന് പൈസയ്ക്ക് വലിയ വില, ഒരു രൂപ കൊടുത്താൽ ചായയും വടയൊക്കെ കിട്ടും. ആ കാലഘട്ടമാണ്. അപ്പം നടന്നങ്ങ് പോകുമ്പം കാലിനടി പറ്റുന്ന പൈസയെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പം തന്നെ നമ്മൾ കാണുന്നില്ല, അവിടെ നിന്ന് പോകുന്ന ഓരോരുത്തരും ചാക്ക് കണക്കിന് പൈസയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ താൽക്കാലിക ജീവനക്കാർ പോലും. അപ്പോൾ അതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. ഇതൊക്കെ വളരെ കർശനമായി വിലക്കേണ്ടതും ഈ പണം ആർക്കും കൈകാര്യം ചെയ്യാമെന്ന നിലയിൽ. ഇപ്പോൾ പൂജാരിമാർ പോകുമ്പോൾ തന്നെ ചാക്കിലാണ് ട്രാക്ടർ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് പറയുന്നത്. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇന്നുടങ്ങിയൊന്നുമല്ല, ഇതെന്നും ഉണ്ട്. ഇതെല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ പെട്ടെന്ന് ഇത് ഹൈലൈറ്റ് ചെയ്ത് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനൊരു പങ്കുണ്ട്. ഈ അയ്യപ്പ സംഗമം നടന്നതിൻ്റെ പുറയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ രംഗത്ത് വരുന്നത്. ഞാനിങ്ങനെ ഒരാളെ അറിയത്തില്ല. അയ്യപ്പ സംഗമം നടക്കുന്നതിന് കുറച്ച് ദിവസം തൊട്ട് മുമ്പേ അതിനെ തകിടം മറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന് ഇയാളെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ആരാണ് ഇയാളെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാരാ? പ്രതിപക്ഷം. നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം വരുന്നു. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണാനില്ല, ഞാനൊരു പീഠം ഉണ്ടാക്കി കൊടുത്തു, ആരോ മോട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു, ജനങ്ങളുടെ ശ്രദ്ധയിൽ. നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളെ പറ്റി കേട്ടിട്ടില്ല, പക്ഷേ ഇവർ പലരും കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ വരുമ്പോൾ അത് അയാളെ പരിചയപ്പെടുത്തിയതാരാ? കേരള സമൂഹത്തിന് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം പറഞ്ഞു. അപ്പോൾ അയാളുടെ വീട്ടിൽ നിന്നാണ് അടുത്ത ദിവസം ഈ ദ്വാരപാല ശില്പത്തിൻ്റെ പീഠം എടുക്കുന്നത്. അതോടെ പ്രതിപക്ഷം മാറിക്കളഞ്ഞു. ദ്വാരപാല ശില്പത്തിൻ്റെ പീഠം കാണാനില്ല എന്ന് അയാൾ തന്നെ പറയുക, അയാളെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുക, കോടതി നിർദ്ദേശപ്രകാരം പിടിച്ചെടുക്കുക. അപ്പോൾ ആരാണ് കള്ളൻ? ഇതൊരു ഗൂഢാലോചനയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഗൂഢാലോചന. ശബരിമല അയ്യപ്പ സംഗമത്തിന് NSSൻ്റെയും SNDPയുടെയും KPMSൻ്റെയും എല്ലാം പിന്തുണ ലഭിച്ച് അവർ ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്ന് നടത്താൻ ഒരുങ്ങുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ്. അങ്ങനെ രാഷ്ട്രീയമായി വേറെ ഒരു കക്ഷികൾക്കും അതിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇവരാണ് കൊണ്ടുവരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കൊള്ളയുടെ മുഴുവൻ ആണിക്കല്ല്. അയാളോടൊപ്പമാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ മറ്റുള്ളവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ഈ ഒന്നാം പ്രതി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആളാണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണം. ഈ ശബരിമല വിഷയത്തിൻ്റെ പുറകെയുള്ള ഗൂഢാലോചന UDFൻ്റെ ഒരു ഗൂഢാലോചനയാണ്. അത് പഞ്ചായത്ത് ഇലക്ഷനിൽ അവരെ ഗൂഢാലോചന വിജയിച്ചു, അസംബ്ലി ഇലക്ഷനിൽ വിജയിക്കില്ല. മൂമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് CPMൻ്റെ ഭാഗത്തൊരു ഞാനത് പറഞ്ഞത് ഈ മൂമാറൊന്നും പാർട്ടിയിൽ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ എഴുതി എന്നെ പാർട്ടി അവഗണിച്ചു, ഞാൻ പാർട്ടിയായിട്ട് BJP നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അദ്ദേഹം കയ്യാലപ്പുറത്തൊരു തേങ്ങ പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും ബാസു എന്ന് പറയുന്ന ആളിന് സജീവ പാർട്ടി അംഗത്വമോ കാര്യങ്ങളൊന്നുമില്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മീശ മുളച്ചു വന്ന കാലത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥൻ, ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, അത് കഴിഞ്ഞ് ദേവസ്വം കമ്മീഷണർ, അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളാണ്. ആ ആളിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പക്ഷേ സർവീസിലിരിക്കുന്ന കാലത്ത് അദ്ദേഹം അഴിമതി ചെയ്ത ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. ഞാൻ ഈ ഒബ്സർവ് ചെയ്തല്ലേ, പിന്നെ ആളുകളുടെ ഉള്ളിലിരിപ്പോൾ എനിക്കറിഞ്ഞൂടാ. എൻ്റെ കൺമുമ്പിൽ ഞാനോ ഈ നാട്ടുകാരോ കൺമുമ്പിൽ അത്തരത്തിലൊരു തെറ്റായ കാര്യം അദ്ദേഹത്തെ പറ്റി കണ്ടിട്ടില്ല. കാണാത്ത കാര്യം ഞാൻ തുറന്നു പറയുന്നവനാണ്. എൻ്റെ അച്ഛനും ഉള്ള കാലത്തും അച്ഛൻ പറയും ക്രമക്കേടൊന്നുമില്ല എന്ന് അച്ഛൻ പറയുമായിരുന്നു. കാരണം എനിക്കും അറിയാവുന്നിടത്തോളം അദ്ദേഹം
വളരെ കർശന സ്വഭാവത്തോടെ പെരുമാറില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പുറകിലൊക്കെ സാങ്കേതികമാണോ ഒറിജിനലി ഉണ്ടോ ഒന്നും അറിയാൻ വയ്യ. ഇത് കേസ് കോടതി പരിഗണിക്കുകയാണ്. അത് പരിഗണിച്ച് വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം. ഇപ്പം കാണുന്നതൊന്നും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ കേസിൽ ഒരു വിധി വരുമ്പോഴാണ്, കേസിൽ കോടതിയുടെ ഒരു തീരുമാനം വരുമ്പോഴാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. നമ്മൾക്കത് കോടതിക്ക് മാത്രം രഹസ്യമായിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകളാണ്. അതൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പം ബഹുമാനപ്പെട്ട കോടതി പറയുന്ന മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അത് വെച്ചാണ് മാധ്യമ വാർത്തകൾ ബാക്കി ചമയ്ക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 14-ാം തീയതിക്കുള്ളിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് നിലവിൽ. ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താ? അല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം എന്ന് പറയുന്നുണ്ട്. വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കൊപ്പമേ ഗവൺമെൻറ് നിൽക്കത്തുള്ളൂ. അതിൽ വിശ്വാസികൾക്കെതിരെ ഒരു നിലപാടെടുക്കുമെന്നൊന്നും വ്യാമോഹിക്കേണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. അങ്ങനെ അത് ചെയ്യില്ല. സ്ത്രീ പ്രവേശനത്തിനെ എതിർക്കുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നമ്മൾ എതിരല്ല. പക്ഷേ അന്നെന്താ സംഭവിച്ചെന്ന് കൂടി മനസ്സിലാക്കണം. ഒരു കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. ഒരു 4-5 പേര് ഉൾപ്പെടുന്ന ഒരു ബെഞ്ചിൻ്റെ വിധിയാണ് വരുന്നത്. ആ വിധി വരുമ്പോൾ ഞാനത് നടപ്പിലാക്കില്ല എന്ന് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും. ഞാൻ ആ കോടതി ഉത്തരവ് നടപ്പിലാക്കത്തില്ല എന്ന് പറയൂ. എന്തായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി? പക്ഷേ അതിനു മുമ്പ് VS-ൻ്റെ കാലത്തും പിണറായിയുടെ കാലത്തും സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമുണ്ട്. അതിലെടുത്ത നിലപാട് വേറെ അല്ല, അതിലെടുത്ത നിലപാടിൻ്റെ പിന്നീട് ആ നിലപാടിൻ്റെ കുഴപ്പമെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ തിരുത്തലുണ്ട്. CPM തന്നെ പല കാര്യങ്ങളിലും തിരുത്തിയിട്ടില്ലേ. CPM തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. പിന്നെ അത് തിരുത്തി കമ്പ്യൂട്ടറൈസേഷൻ വരണമെന്ന് പറഞ്ഞ് അവർ മാറ്റം വരുത്തി. അപ്പോൾ തെറ്റുകൾ തിരുത്തിയാണ് ജനാധിപത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യക്തികളാണെങ്കിലും പാർട്ടിയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് ചിലപ്പോൾ ഇപ്പം ശരിയെന്ന് തോന്നും. പക്ഷേ പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് തിരുത്താനുള്ള ആവശ്യം, തിരുത്താനേ പാടില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം മിസ്റ്റേക്കുകൾ, അതിലിങ്ങനെ സാമൂഹ്യമായ പ്രതിഫലനങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ ആ പ്രതിഫലനത്തെ ജനങ്ങൾക്കെതിരെ അങ്ങ് തള്ളിക്കയറുകയല്ല സർക്കാരിൻ്റെ ജോലി. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ജോലി. ഇതൊരു തെറ്റായിരുന്നു, അത് സർക്കാർ തിരുത്തും. അല്ല, അത് തിരുത്തും. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, സർക്കാർ LDF-ഉം വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അത് NSS-ഉമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. NSS-ൻ്റെയൊക്കെ നിലപാട്, NSS ആണ് ഈ കേസ് നടത്തുന്നത്. അപ്പോൾ ആ കേസിൽ NSS-ൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരും സർക്കാരിൻ്റെ നിലപാട് പറയും. അഭിപ്രായം ഞാൻ പറയാറുണ്ട്, അഭിപ്രായം നമ്മൾ ചൊല്ലുണ്ട് ഇരുമ്പൊലൊക്കെ. അപ്പോൾ അത് മാറാം. കാരണം സാഹചര്യം, ഇപ്പം നമ്മളൊരു വിഷയം ചെയ്തു, ഞാനൊരു പരിഷ്കാരം KSRTC നടപ്പിലാക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ നെഗറ്റീവാണെന്ന് കണ്ടാൽ ആ നിമിഷം തിരുത്തണം. അതിൽ പിന്നെ ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ആ നിമിഷം തിരുത്തണം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് റോങ് ആണെന്ന് തോന്നിയാൽ അതിൽ നിന്ന് പിന്മാറാൻ ഒരു രാഷ്ട്രീയക്കാരന്, ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ അല്ലത്. അപ്പം ആ പരിഷ്കാരം പാളിയെന്ന് കണ്ടാൽ അപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കണം. AK ആൻ്റണി, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ 3 മുഖ്യമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചു. എങ്ങനെയാണ് അങ്ങ് ഈ 3 പേരെയും കാണാം? 3 പേരും എന്നോട് വളരെ മാന്യമായിട്ടാണ് പേര്. എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയോ ഞാൻ കൊണ്ടുവരുന്ന ഒരു പരിഷ്കാരത്തിന് തടയിടാനോ ഈ 3 പേരും ശ്രമിച്ചിട്ടില്ല. എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം 3 പേരും തന്നിട്ടുണ്ട്. പിന്നെ AK ആൻ്റണിയാണ് എൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് എന്നെക്കുറിച്ച് ഗണേഷ് കുമാർ ഒരു നല്ല മന്ത്രിയാണ് എന്ന പ്രഖ്യാപനം നടത്തിയ ഏക വ്യക്തി അദ്ദേഹമാണ്. അത് അദ്ദേഹത്തോടൊരു കടപ്പാടുണ്ട്. കാരണം ആദ്യമായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടത് ഞാനൊരു മന്ത്രിയായി വന്ന് 21 മാസമേ മന്ത്രിയായിരുന്നുള്ളൂ. ആ മന്ത്രികാലത്തിനിടയിൽ വെച്ച് അദ്ദേഹത്തെ പോലെ വലിയ മനുഷ്യൻ എന്നെക്കുറിച്ച് ഗണേഷ് കുമാർ നല്ല മന്ത്രിയാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നെ സംബന്ധിച്ചൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതിലെനിക്ക് വളരെ നന്ദിയും കടപ്പാടുണ്ട്. ഒടുവിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി. അതെ, അതൊക്കെ ഉണ്ടാക്കുന്ന വിവാദങ്ങളാണ്. ഞാനും ഉമ്മൻചാണ്ടി സാറുമായി വളരെ നല്ല ബന്ധമാണ്. ഞങ്ങൾ മരിക്കുന്നവരെ നല്ല ബന്ധമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് പുതിയ KSRTC ബസ്സുകളിൽ മുഴുവൻ പടി താത്തു വെച്ചത്. ഞങ്ങൾ തമ്മിൽ ഞാൻ കുട്ടിയായിരിക്കും തൊട്ട് ആ കുടുംബമായിട്ട് അടുപ്പമുണ്ട്. അന്ന് ഈ ചാണ്ടി ഉമ്മനൊന്നും ജനിച്ചിട്ടില്ല, മൂത്ത മോള് മാത്രമേ ഉള്ളൂ. ആ മോളും കുഞ്ഞാണ്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് തൊട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ അമ്മയ്ക്കുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഈ മന്ത്രിയായി വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫുമായിട്ട് കണ്ടപ്പോൾ എന്ന് പറഞ്ഞ്, ഗണേശ കാല് പൊക്കി വെച്ചിട്ട് ബസ്സിൽ കയറാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർ ബസ്സിൽ പോകുന്നവരല്ല എങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞൊരു അഭിപ്രായമാണ്. അതുകൊണ്ട് പടിയൊന്ന് താത്തു വയ്ക്കണം എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്ക് മാനിച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ പുതിയ വന്ന എല്ലാ വണ്ടികളിലെയും പടി താത്തു വെച്ചിരിക്കുക. ചാണ്ടി ഉമ്മനോടൊക്കെ നമുക്ക് എന്നും സ്നേഹമില്ലേ, നമ്മളൊരു കുഞ്ഞനിയനെ പോലല്ലേ ഉള്ളൂ. അതിനെന്താ? പിണറായി വിജയൻ കഴിഞ്ഞ 2 വർഷക്കാലം എങ്ങനെയായിരുന്നു താങ്കളോട് ഇടപെട്ടത്? അദ്ദേഹം ആദ്യം മന്ത്രിയായിട്ട് വന്ന ഉടനെ എന്നോട് പറഞ്ഞത്, നമുക്ക് KSRTCയിൽ ഒരുമിച്ച് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങളൊരു പദ്ധതി തയ്യാറാക്കണം, എന്താണെന്ന് വെച്ചാൽ ഐഡിയ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഐഡിയ തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തു. ഏതാണ്ട് 1200 കോടി രൂപയുടെ കടമാണ് KSRTC എഴുതി തള്ളിയത്. 350 കോടി രൂപ KSRTCക്ക് വേണ്ടി അദ്ദേഹം ഇടപെട്ട് തന്നെ ധനകാര്യ വകുപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നു.
എല്ലാ മാസവും കൃത്യമായി പണം തരുന്ന കാര്യത്തിൽ അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ ഒരു മന്ത്രി എന്ന നിലയിൽ ഫുൾ സപ്പോർട്ടാണ്. എന്ത് പരിഷ്കാരം കൊണ്ടുവരുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട് മിനിസ്റ്റർ, ഞാൻ എന്ത് ചെയ്യട്ടെ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടികൾ വളരെ രസമാണ്. നിങ്ങൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, ഞാൻ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ടാണ് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റിയത്. KSRTC ഇത്ര ഒരു വലിയൊരു വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട്. സ്വാതന്ത്ര്യം അദ്ദേഹം എനിക്ക് തന്ന സ്വാതന്ത്ര്യവും എന്നിലുള്ള വിശ്വാസവും. ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും ക്യാൻസർ രോഗികൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് CM പ്രഖ്യാപിച്ചാൽ കൊള്ളാം, ഇങ്ങനെ ഐഡിയ ഉണ്ട്, പ്രഖ്യാപിച്ചാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം ഒരു ഫ്രീഡം. ഞാൻ പലപ്പോഴും ഞാൻ വിളിച്ച എല്ലാ പരിപാടികൾക്കും അദ്ദേഹം വന്നിട്ടുണ്ട്. KSRTCയുടെ പുതിയ വണ്ടികളുടെ ലോഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സഹകരിച്ചുകൊണ്ട് പുതിയ വണ്ടി വാങ്ങാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ അദ്ദേഹത്തോട് ഇന്ന വണ്ടിയാണ് വാങ്ങുന്നത്, ഇങ്ങനെയാണ്, ഇതാണ് കളറെന്നെല്ലാം ഞാൻ പറയുമ്പോൾ അദ്ദേഹം കേൾക്കും, ഓക്കെ നടക്കട്ടെ, ശരി എന്ന് പറയും. 5-ാം അംഗത്തിന് പത്തനാപുരം തന്നെയല്ലേ? തീർച്ചയായിട്ടും പത്തനാപുരം വിട്ട് 5-ാമതിൽ 6-ാം അംഗത്തിന് പത്തനാപുരം വിട്ട് എവിടെ പോകാൻ? ഞാൻ പത്തനാപുരത്തുകാരനാണല്ലോ. ഒരു പത്തനാപുരംകാരനായി മാറിയിട്ടുണ്ടല്ലേ? ഞാൻ പത്തനാപുരത്തുകാരനാണ്. 25 വർഷമായി അവിടെ ജീവിക്കുന്ന എനിക്ക് അറിയാത്ത മുക്കും മൂലയും വഴികളുമില്ല. ഓരോ കലങ്ങും ഓരോ വെള്ളം ഒഴുകി പോകുന്ന ചാലുകൾ വരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മണ്ഡലം കറങ്ങി വരും. പല വഴിക്കൂടെ പല പല പരിപാടികൾക്കായിട്ടും പല പല കല്യാണങ്ങൾ മരണങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ഇതെല്ലാം. പക്ഷേ എൻ്റെ യാത്രയിലെല്ലാം നോക്കി വയ്ക്കും. ഞാൻ പറയുന്നത് പത്തനാപുരത്തിൻ്റെ CEO ആണ് ഗണേഷ് കുമാർ എന്ന് പറയും. അപ്പോൾ ഓരോ മുക്കും മൂലയും ഞാൻ അറിയും. അവിടെ നടക്കുന്ന എല്ലാ വർക്കുകളും ഞാൻ അറിയും. എല്ലാ വർക്കിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പുതിയ ഓഫീസുകൾ കൊണ്ടുവരും. ഇതെല്ലാം ഇൻക്ലൂഡിങ് പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ നീതിപൂർവമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. പോലീസിൻ്റെ പ്രവർത്തനം ഏറ്റവും മാന്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ് പത്തനാപുരം. ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ അങ്ങനെയുള്ള ഒരു മോശപ്പെട്ട കാര്യങ്ങളുമില്ല. പോലീസിൻ്റെ ഭാഗത്ത് അഴിമതി തീരെ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞ് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം സർവീസിൽ നല്ല റെക്കോർഡുള്ളവരും ആർക്കും തന്നെ സ്വാധീനിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് ഈ മദ്യപിക്കാറുണ്ട് ആളില്ല, അതിന് ബഹളമൊന്നുമില്ല. മാന്യമായിട്ട് തന്നെ അവരെല്ലാം പെരുമാറുന്നത്. അങ്ങനെയുള്ള ഈ ടൗണിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് രാത്രിയിലും, പത്തനാപുരത്തെ ഏറ്റവും വലിയ ഗുണമായി ഞാൻ പറയുന്നത്, ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അന്തസ്സായി ധൈര്യസമേതം ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു നാടാണ് പത്തനാപുരം എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം ഞങ്ങൾ അത്രത്തോളം സൊസൈറ്റിയെയും നമ്മൾ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവർക്ക് മോശം വരാൻ പാടില്ല എന്നുള്ള ആ ഒരു മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതത്വം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ മതേതര നിലപാടാണ് കൂടുതലും. എല്ലാ മതസ്ഥരുമുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, തമിഴ് ജനതയുണ്ട് പല ഭാഗത്തും, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളൊരു മതസ്പർദ്ധ എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ പേരിൽ, ഒരു ജാതിയുടെ പേരിൽ ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു പള്ളി, ഒരു മോസ്ക്, ഇതിനെ സംബന്ധിച്ച് ഒരു അമ്പലം, ഇതിനെ സംബന്ധിച്ച് ഒരു തർക്കവും ഉണ്ടാകാതെ നമ്മൾ നോക്കുന്നുണ്ട് കഴിഞ്ഞ 25 വർഷമായിട്ട്. അത് 25 വർഷത്തിനിടയിൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ യാതൊരുവിധ തർക്കങ്ങൾ പോലും ഉണ്ടാകുകയാണ് ഇടവന്നിട്ടില്ല. അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.